ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് കരയുദ്ധം തുടങ്ങിയാലും നമുക്കൊരിക്കലും മനസ്സിൽ സഹിക്കാൻ കഴിയാത്ത ചിത്രങ്ങളും കാര്യങ്ങളും വീഡിയോസും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മീഡിയ നോക്കിയ അപ്പോൾ എൻ്റെ വാട്സപ്പിൽ അവിടുത്തെ ഏറ്റവും പ്രയാസമുള്ള കുറേ ഫോട്ടോസ് ആരൊക്കെ അയച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് ഫേസ്ബുക്കിലിട്ടിട്ട് ഈ ഒരു അവസ്ഥക്ക് കാരണക്കാരായവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ആര് കാരണക്കാരായാലും അവരെന്ത് ചെയ്യും, അനുഭവിക്കും. ഒരു 2-3-4 വരി മാത്രം എഴുതിയാണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. കാരണം നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കുണ്ടല്ലോ ഒരു ഐക്യദാർഢ്യം. അത് നേരം വെളുത്ത് നോക്കുമ്പോൾ 1000-ലധികം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഷെയർ ചെയ്ത് അതിൽ ചർച്ചകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ മനസ്സിലാക്കേണ്ടത്, ആളുകൾ ഈ വിഷയത്തെ അത് വല്ലാതെ മനസ്സിലെന്തുണ്ട്, വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അത് സൂര്യാസ്തമയം പോലെ സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. അതാരും ചർച്ച ചെയ്യലുണ്ടോ? ഉണ്ടോ? അതൊരു സാധാരണ സംഭവം. അതേപോലെ ഒരു സാധാരണ സംഭവമായിട്ട് അവിടെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോയിക്കൂടാ. അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ച് ഇതെന്താ ചർച്ച ചെയ്തിട്ട് കാര്യം ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. നമുക്ക് ചർച്ചയെങ്കിലും ചെയ്യാനാവണം, അവരെക്കുറിച്ച് സംസാരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. അതെങ്കിലും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ എന്താ വെച്ചാൽ മനുഷ്യന്മാർ മരവിച്ച് പോകും. ഞാനൊരു ദിവസം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോകുന്ന KSRTC ബസ് ഒരു ജീപ്പ് പോയിട്ട് എന്ത് ചെയ്തു, ഇടിച്ചു, ആക്സിഡൻ്റ് ആയി. ആ ബസ്സിലും കുറേ ആളുകൾക്ക് പരിക്ക് വന്നു. ആ ജീപ്പിലുള്ള ആളുകൾ അത്യാസന്ന അവസ്ഥയിലായി. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങിയ ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ ആ ആളുകളുടെ ബ്ലഡ് ഈ മഴയും കൂടി വന്നപ്പോൾ മൊത്തം ഒരു ബ്ലഡിൻ്റെ അവസ്ഥയായി. ആളുകളൊക്കെ അല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ പടച്ചോനെ തൗഫീഖ് കൊണ്ട് എനിക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരെ എടുത്ത് ഓരോ വരുന്ന വണ്ടിക്ക് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇവരെ കൂടെ പോകാൻ ആരുമില്ല, ആരും കയറുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെ വാരി വലിച്ചിട്ട വണ്ടിയിൽ ഞാനും കയറി നേരെ മഞ്ചേരി പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അവർ നിങ്ങൾ അർജൻറ്റായിട്ട് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വേഗം കിട്ടിയ ആംബുലൻസിലൊക്കെ ആളുകളെ കയറ്റിയിട്ട് നമ്മൾ ഒരു ആംബുലൻസിലാണ് ഞാനും പോകുന്നത്. മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുമ്പോൾ ഇതേപോലെ ആക്സിഡൻ്റ് ആയിട്ട് വേറെയും സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ കാഷ്വാലിറ്റിയിലുള്ളൊരവസ്ഥ അതിൽ ഞാൻ ഇപ്പോഴും എനിക്കെൻ്റെ മനസ്സിൽ പോകാത്ത രംഗാണെന്ത്, നമ്മൾ ഈ കൊണ്ടുവന്ന രോഗികളെ അത്യാസന്ന അവസ്ഥ. ഞാനുണ്ടായിരുന്ന ഒരാൾ തലൻ്റെ ഈ പോന്നു, ഈ തൊപ്പിന് പോന്നിട്ട് ഞാൻ ആ തൊപ്പി അമർത്തി പിടിച്ച് ഒരു മുണ്ടുകൊണ്ട് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, കൊണ്ടുവരുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇയാൾ, പക്ഷേ ഈ സാധനം ഇങ്ങനെ പൊങ്ങും. അത്രക്ക് പ്രയാസം. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവന്ന് കെടുത്തി ഞാൻ. അപ്പോൾ ഡോക്ടർമാർ ചോദിക്കും ഇയാളെ പേരെന്താ, ഇയാൾ എത്ര വയസ്സത്തെ, നമുക്കറിയില്ലല്ലോ, നമ്മളാ ജനിച്ചിട്ട് കാണാത്ത മനുഷ്യന്മാരല്ലേ. ഒരാൾ സ്ട്രക്ചറിൽ നിന്ന് താഴത്തേക്ക് ചാടി, അത് പെടഞ്ഞിട്ട് ചാടിയ മനുഷ്യനെ എടുത്തു വെക്കാൻ ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ള അവസ്ഥയാണ്, നമ്മൾ നേരിട്ട് കണ്ടാണ്. ഇത് ഈ ബോംബ് വന്ന് വീഴുമ്പോൾ ഈ പിഞ്ചോമന പൈതങ്ങൾ അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികളെന്ന് ആലോചിച്ച് നോക്കി. ഇത് 1 ദിവസമല്ല, 2 ദിവസമല്ല, എത്ര ദിവസങ്ങളാണ്, എത്ര വർഷങ്ങളായി ഇപ്പോൾ ഇത് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അത് അവിടെയല്ലേ നമുക്കെന്താ എന്നുള്ള രീതി ഒരിക്കലും മനുഷ്യന്മാരായ ആൾക്കാരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അതൊരു സാധാരണ ഞാൻ പറഞ്ഞില്ല, സൂര്യോദിക്കും അസ്തമിക്കും ചെയ്യുന്ന പോലെ സംഭവമായിട്ട് ഒരു കാരണവശാലും മാറാൻ പാടില്ല.